സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ് ഹാളിലേക്ക് കയറുന്ന വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് എൽ ഷേപ്പിൽ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു TV യൂണിറ്റും പ്ലാൻ ചെയ്തിരിക്കുന്നു. ലിവിങ് ഹാളിൻ്റെ പിറകിലായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 6 ചെയർ ഡൈനിങ് ടേബിൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വലിപ്പം തന്നെ നമ്മൾ ഡൈനിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന പോലെയാണ് കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയ കോർട്ട് യാർഡിൻ്റെ കോർണറിലായിട്ട് കൊടുത്തതുകൊണ്ട് ഈ വാഷ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോർട്ട് യാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒരു ചെറിയ ഗാർഡനും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഡൈനിങ് ഏരിയയ്ക്ക് അടുത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചണും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ കിട്ടുന്നത് പോലെ സ്റ്റെയറും അതിനടിയിലായിട്ട് ഒരു ചെറിയ സ്റ്റോറേജും നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റെയറിന് അടുത്തായിട്ട് തന്നെ നൽകിയിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. 360 390 എന്ന സൈസിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂം ആയതുകൊണ്ട് ബെഡ്, വാൾഡ്രോബ്, ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൃത്യമായ രീതിയിൽ തന്നെ ഈ റൂമിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ പ്ലാനിൽ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഡോറിലേക്കുള്ള ഈ ഒരു ഫോയർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം പ്രൈവസി 2 റൂമിനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലും മാക്സിമം പ്രൈവസി കിട്ടുന്ന പോലെ തന്നെ ബെഡ് അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഈ റൂമിൽ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലായിട്ട് ഒരു 4 ഡോർ വാൾഡ്രോബും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 BHKയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ വീടിന് 1600 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അടക്കം 30 ലക്ഷം രൂപയാണ് ഈ വീടിന് നമ്മൾ ബഡ്ജറ്റ് കണ്ടിരിക്കുന്നത്.